ഹായ് എവരിബഡി. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഒരു SJcam 8 Proയുടെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ ഓൺലൈനിൽ വരുത്തിയ SJcamൻ്റെ കോഡ്. ഞാൻ ബാങ്കുട്ടിൽ നിന്നാണ് ഇത് വരുത്തിയത്. എന്തോ സെക്യൂരിറ്റിയുടെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞ് ഓൾറെഡി എനിക്കിത് പൊട്ടിച്ചാണ് വന്നത്. കവർ ഇത് പൊട്ടിച്ചാണ് വന്നത്. ഫ്ലൈറ്റിലായതുകൊണ്ട് അവർ എന്തോ സെക്യൂരിറ്റി റീസൺസിൽ ചെക്കിംഗ് ഒക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് വന്നത്. ഇപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. അപ്പം ഞാൻ ക്യാമറയുടെ കൂടെ തന്നെ ഒരു അഡീഷണൽ ചാർജർ, ഒരു മൈക്ക്, ഒരു അഡീഷണൽ ബാറ്ററിയും കൂടെ മേടിച്ചായിരുന്നു. ആദ്യം ബാറ്ററി ഒന്ന് നോക്കാം. ഇത് ഒറിജിനൽ SJcam ബാറ്ററിയാണ്. 1200 mAh ഉള്ള ബാറ്ററി. ഇത് ഞാൻ ഒറിജിനൽ ബാറ്ററി തന്നെയാണ് ഓർഡർ ചെയ്തത്. ഇത് കണ്ടിട്ടും ഒറിജിനൽ പോലെ തന്നെയുണ്ട്. ഇത് ക്യാമറയുടെ SJcamൻ്റെ ബാറ്ററിയാണ്. പിന്നെ SJcamൻ്റെ തന്നെ മൈക്ക്. ഇത് ഒറിജിനൽ മൈക്ക് തന്നെ ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇത് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു മൈക്കാണത്. ഒരു ക്ലോത്ത് ക്ലിപ്പ് ഉണ്ട്, കവർ ചെയ്തേക്കുവാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ നൈലോൺ കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ക്വാളിറ്റി എല്ലാം നല്ല തോന്നുന്നു. ഇത് 1 മീറ്റർ നീട്ടമുള്ള കേബിളുണ്ട്. പിന്നെ ഇത് ഞാനൊരു അഡീഷണൽ ബാറ്ററി, ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ചാർജ് കുറഞ്ഞു പോവോ അല്ലെങ്കിൽ ബാറ്ററി ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഔട്ട്ഡോറൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നേരം ചാർജ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയതില്ല. അപ്പോൾ അത് കാരണം ഒരു ബാറ്ററി ചാർജറും കൂടെ മേടിച്ചായിരുന്നു. അതിൻ്റെ ഒരു കോഡ് വയർ കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 ബാറ്ററി ഇടാവുന്ന ഒരു ചാർജർ. ഇത് 2 ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് USB കുത്തിയിട്ട് ഈ SJcamൻ്റെ തന്നെ. പിന്നെ ഈ ക്യാം ഒരു യൂണിവേഴ്സൽ ഒരു ടൈപ്പാണ്. നമ്മുടെ ഈ ഐഫോണിൻ്റെ പോലെയൊക്കെ തന്നെ. അതിന് ഇതില്ല, നമുക്ക് ഏത് സൈഡിലേക്കും കുത്താം. പിന്നെ ഒരെണ്ണം മറ്റേ നമ്മുടെ മൊബൈലിൻ്റെ ചാർജറിൻ്റെ പിന്നാണ് ഡി. അപ്പോൾ നമുക്ക് മൊബൈലിൻ്റെ ചാർജറിൽ നിന്നാണേലും ഇത് യൂത്തിൽ കുത്തിയിട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ മെയിൻ സാധനം ക്യാമറ. SJ ക്യാമറയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, അവർ സെക്യൂരിറ്റി റീസണിൽ അവരിത് പൊട്ടിച്ച് നോക്കിയെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ കവറൊക്കെ നല്ല കൂടിയ കവറാണ്. യെസ്, ഒരു ഓതറൈസേഷൻ ഒരു സ്റ്റിക്കറുണ്ട്. അതിൻ്റെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓതറൈസേഷൻ നമ്പരൊക്കെ അറിയാൻ പറ്റും. അതിൻ്റെ ഒരു നമ്പരും കൂടെ ഉണ്ട്. അപ്പോൾ സ്കാൻ ചെയ്തിട്ട് ഈ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും. സ്ക്രാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്. പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഓൾറെഡി തന്നെ ഇവരുടെ പ്രൊട്ടക്ഷൻ കേസിൻ്റെ അകത്ത് തന്നെയാണ് ഈ ക്യാമറ അവർ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. യെസ്, നമുക്ക് തുറന്നു നോക്കാം. വാവ്, യെസ്, ഇതാണ് SJcam. ഇതിൻ്റെ ഇവിടെ നമുക്കൊരു ക്യാമറ അഡാപ്റ്റർ കൊടുക്കാനുള്ള ത്രെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമറ മൗണ്ടിലേക്ക് സുഖമായിട്ട് ഇത് മൗണ്ട് ചെയ്യാൻ പറ്റും. അതെ, ഇതിൻ്റെ ബാറ്ററി നമുക്ക് ഇവിടെ ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ടും കൂടെയുണ്ട്. ഈ സൈഡിൽ തന്നെ സ്ലോട്ടും കൂടെ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. യെസ്, ഇത് ഓണായിട്ടുണ്ട്. കൊള്ളാം. അതിൻ്റെ ഫ്രണ്ടിലും ഡിസ്പ്ലേ ഉണ്ട്. ബാറ്ററി ഫുൾ ബാറ്ററി ഉണ്ട്.
SJcam 8 Pro. ഇത് വൈഫൈ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാ മൗണ്ടുകളും എല്ലാം നമുക്ക് ഈ പാക്കിൻ്റെ കൂടെ ഉണ്ട്. ഫുൾ സെറ്റ് ബോക്സ് ആയിരുന്നുണ്ട്. ഇത് ക്യാമറയിലെ മൗണ്ട്, ഇത് ഹെൽമെറ്റ് മൗണ്ട്, പിന്നെ ഇതിൻ്റെ കവറ്, ഇത് ബൈക്ക് മൗണ്ട് എല്ലാം ഉണ്ട്. ഇതിന് പറഞ്ഞാൽ 4K വീഡിയോ റെക്കോർഡിംഗ് ആണിത്. 60 FPS 4K വീഡിയോ റെക്കോർഡ് ചെയ്യാം. പിന്നെ 12 MP സോണി ലെൻസാണ് യൂസ് ചെയ്തേക്കുന്നത്. 264, 265 2 ഹെഡ്സ് വേരിയൻ്റ് ഉണ്ട്. USB Type C ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അത് ഐഫോണിൻ്റെ മോഡലാണ്. നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ കുത്താം. Type C ഇതാണ്. മറ്റേത് Type D ആണ്, നമ്മുടെ മൊബൈൽ ചാർജറിലൊക്കെ വരുന്നത്. അപ്പോൾ ആ ചാർജറിൻ്റെ അകത്ത് Type D യും യൂസ് ചെയ്യാം, C യും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. കുഴപ്പമില്ല. അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഒരുമാതിരി നല്ല രസകരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു USB കേബിൾ Type C ഒരെണ്ണമുണ്ട്. ഇതൊരു വാട്ടർ പ്രൂഫ് പുറകിലെ കവറാണ്. ഇത് നമുക്ക് വാട്ടർ പ്രൂഫാണ്. ഇത് ഈ കവറിൻ്റെ അകത്തിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അടി മുങ്ങിയിട്ടുണ്ടെങ്കിലും ഒന്നും പറ്റില്ല. അപ്പം അതിന് വേണ്ടി ഒരു അഡീഷണൽ, ഇപ്പം ഇതിന് ടച്ച് വർക്ക് ചെയ്യില്ല. ഇത് ഹാർഡാണ് സർഫസ്. അപ്പോൾ അതിന് വേണമെങ്കിൽ പ്ലേറ്റ് മാറ്റി ഇടാവുന്ന രീതിയിൽ ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സർഫസായിട്ട് 3 മീറ്റർ ആഴത്തിൽ വരെ വെള്ളം വലിക്കില്ലാത്ത രീതിയിലുള്ള ഒരു ടച്ച് കവർ പുറകില ബാക്ക് ഡോർ. അത് തന്നെ വാട്ടർ പ്രൂഫ് കേസ് ടച്ച് ബാക്ക് ഡോർ ആണ് സംഭവം. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ സ്ക്രൂ ഫിറ്റിങ്സ് ഊരിയിട്ട് നമുക്ക് ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സ്ക്രീനിലെ ടച്ചും കൂടെ നമുക്ക് അന്നേരം വർക്ക് ചെയ്ത് കിട്ടും. മറ്റേ അല്ലെങ്കിൽ ടച്ച് കിട്ടില്ല. പിന്നെ ഇതൊരു ക്ലോത്ത് ക്ലീനിങ്ങിന് വേണ്ടി ഇത് കാണാൻ പറ്റുന്നുണ്ടോ? SJcam എന്ന് നോക്കി ചെറുതായിട്ട് പഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം പഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഹെൽമെറ്റ് മൗണ്ടിൻ്റെ ഫിറ്റിങ്സ്, ക്യാമറ മൗണ്ടിൻ്റെ ഫിറ്റിങ്സ്. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ ക്വിക്ക് റിലീസ് മൗണ്ടയിലേക്ക്, ട്രൈപോഡിൻ്റെ ക്വിക്ക് റിലീസ് മൗണ്ടയിലേക്ക് പിടിപ്പിക്കാവുന്ന ഒരു സെറ്റിങ്സ്. ഇത് ക്യാമറയുടെ അടിയിൽ കൊടുക്കാം, ഇത് റിലീസ് മൗണ്ടിൽ കൊടുക്കാവുന്ന ഒരു ഫിറ്റിങ്. പിന്നെ ഒരു ബൈക്ക് മൗണ്ട്, പിന്നെ ഒരു എക്സ്റ്റൻഷൻ മൗണ്ട്, ആംഗിള് കൺവെർട്ട് ചെയ്യാവുന്ന എക്സ്റ്റൻഷൻ മൗണ്ട്. അത് ഇങ്ങനെ വന്നിട്ട് ക്യാമറ ഇടത് വശത്തേക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇരിക്കണമെങ്കിൽ അത് സൈഡ് കൺവെർട്ട് ചെയ്യാവുന്ന ഒരു എക്സ്റ്റൻഷൻ മൗണ്ട്. പിന്നെ ഇതൊരു ലെൻസ് കവർ, ഒരു സിലിക്കോൺ കവറുണ്ട് ഒരു യൂസ് ചെയ്യുന്നത്. പിന്നെ ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റിങ്സ് എന്തൊക്കെയാണോ? സെറ്റിങ്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്ലോ മോഷൻ, വൈറ്റ് ബാലൻസ്, ഷാർപ്നെസ്, കളറ്, മീറ്ററിങ്, അങ്ങനെ കുറേ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ടച്ച് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി കേട്ടോ. നല്ല റെസ്പോൺസിങ് ഉള്ള ടച്ച്. ഫയൽ സൈസ് നമുക്ക് 20 മിനിറ്റ്സ്, ഇതെല്ലാം എത്ര മിനിറ്റിൻ്റെ ഫയൽ സൈസ് ആയിരിക്കണം എന്നുള്ളതൊക്കെ ബാക്കിയുള്ള ക്യാമറയിലുള്ള സെറ്റിങ്സൊക്കെ തന്നെ, അല്ലാണ്ട് വേറെ കൂടുതലായിട്ടൊന്നും. നമുക്ക് ഇതിൻ്റെ അകത്ത് വൈഫൈ ഉണ്ട്. നമുക്ക് വൈഫൈ ഓണും ചെയ്യും ഓഫ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇവരുടെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ വഴി ഈ വൈഫൈ ഉപയോഗിച്ച് നമുക്കിത് നിയന്ത്രിക്കുകയും ചെയ്യാം. ഇതിൻ്റെ വീഡിയോ ഓൺ അങ്ങനെയുള്ള നിയന്ത്രിക്കുകയും ചെയ്യാം. പിന്നെ ഓട്ടോ പവർ ഓൺ ഓഫ് സെറ്റിങ്സ്, വിഷൻ, ഡിസ്പ്ലേ, iOS, അങ്ങനെ എല്ലാം തന്നെ. കളർ ടെമ്പറേച്ചർ ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ എനിക്ക് തോന്നുന്ന ഈ ബാക്ക് ടച്ച് നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത്രയേ പറയാനുള്ളൂ. ഓക്കെ.
അപ്പോൾ SJcam 8 Proയുടെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇനി ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി, ഇമേജ് ക്വാളിറ്റി, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇത് എന്തൊക്കെയുണ്ട്, ഇതിൻ്റെ അഡീഷണൽ ഗുണങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്തു. ഇനി ഈ അടുത്ത വീഡിയോ ഇതിൻ്റെ ക്വാളിറ്റി, ഇപ്പോൾ ഞാൻ എൻ്റെ 2 ക്യാമറയാണ്, ഇപ്പോൾ യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതും കൂടെ മേടിച്ചേക്കണത്, ചാനലിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ Vivo V3 Max ക്യാമറയിലാണ്. ഇനി ഞാൻ ഇതിലും കൂടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റികൾ, ഡിഫറൻസ് ഒക്കെ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ചെയ്യും. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ സൈഡിലുള്ള സബ്സ്ക്രൈബിൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.